ഇവിടെ മുമ്പ് ഒരു ഫിൽറ്റർ വെച്ചിരുന്നു. പക്ഷെ അതിലൂടെ വരുന്ന വെള്ളം പാസ് ചെയ്ത പൈപ്പാണ് ഈ കാണുന്നത്. ഇതിന്റെ അകത്തുള്ള അയക്ക് കണ്ടോളൂ, ഫിൽറ്റർ ചെയ്യാത്ത അതേ കണ്ടീഷനിലാണ് ഇപ്പോഴും കാണുന്നത്. നമ്മൾ ഈ ഫിൽറ്റർ വെച്ചാല് ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. അല്ല 5 കൊല്ലം കേടുന്നാലോ ഫിൽറ്റർ മാറ്റി കൊടുക്കും, ഒരു ഉറുപ്പിയും വേണ്ട. വെറുതെ ഫിൽറ്റർ വെച്ചിട്ട് പൈസ വാങ്ങി പോകുന്ന പരിപാടി ഇല്ല. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം കാലാകാലം നമ്മൾ ഏറ്റെടുക്കും. അല്ലാത്ര ഇന്നിപ്പോ നമ്മുടെ എത്തിയിട്ടുള്ളത് പറഞ്ഞു. നമ്മൾ പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെയാണ് നമ്മള് ഫിൽറ്റർ വെച്ചെടുക്കാൻ പോകുന്നത്. ഇന്ന് ജലമന്ത്രയുടെ ഫിൽറ്റർ ഇവിടെയാണ് വെക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്തെങ്കിലും മെയിൻ ആയിട്ട്? ഇവിടെ 2 ഫിൽറ്റർ ഓൾറെഡി വെച്ചിട്ടുണ്ട്, അത് കംപ്ലൈന്റ് ആണ്. അപ്പൊ നമ്മളെ ഫിൽറ്റർ വെക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ആണല്ലേ? നമുക്ക് കൂടുതൽ സമയം കാണണ്ട, നമുക്ക് കാണിച്ചു കൊടുത്താലോ? തീർച്ചയായിട്ടും. അല്ലേ, അവിടെ വർക്ക് നടക്കാണ് ഇപ്പോ. ഇവിടെ നിങ്ങൾ ഏത് സൈസിന്റെ ഫിൽറ്റർ വെച്ചിരിക്കണേ? ഇവിടെ 1354 എന്ന് പറഞ്ഞ സിലിണ്ടർ ആണ് വെച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഒരു പാടം പറമ്പ് അങ്ങനെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. അത് പാടം പറമ്പ് എന്നല്ല, ഏത് വെള്ളത്തിനും ഫിൽട്രേഷൻ നിർബന്ധമാണ്. അത് ഫിൽട്ടർ ചെയ്ത് ഒരു 1 വീക്ക് കഴിഞ്ഞ് ബാക്ക് വാഷ് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് അഴുക്ക് പോകുമ്പോൾ കാണുമ്പോഴാണ് എല്ലാവരും വെള്ളത്തിന് പ്രശ്നം ഉണ്ടെന്ന് അറിയുള്ളൂ. തെളിഞ്ഞ വെള്ളം എന്നുള്ളത് നല്ലതല്ല, അത് 100% തെറ്റാണ്. തീർച്ചയായിട്ടും. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? അത് തെളിഞ്ഞ വെള്ളം എന്നുള്ളത് ഇപ്പൊ ബോർവെല്ല ചില ബോർവെല്ലൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും, പക്ഷെ കുടിക്കാൻ പറ്റില്ല. അത് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ വെച്ചെങ്ങനെ കുടിക്കാൻ പറ്റുള്ളൂ. പിന്നെന്താ, അപ്പൊ തെളിഞ്ഞാൽ നല്ലതാണോ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇവിടെ മുന്നൊരു ഫിൽറ്റർ വെച്ചിരുന്നു. അപ്പൊ ആ ഫിൽറ്റർ അത്ര പെർഫെക്റ്റ് അല്ലാന്ന് അതിന്റെ പ്രൂഫാണ് ഈ കാണുന്നത്. ഫിൽറ്റർ ചെയ്ത വെള്ളം വരുന്ന പൈപ്പിന്റെ ഇൻസൈഡ് ആണ് ഈ കാണുന്നത്. ഇതിനുള്ളിലെ കളർ ഉണ്ടല്ലേ, ചളിയിലെ ഇത് കഴുകി കഴിഞ്ഞാൽ കാണുന്ന കളറാണ് വൈറ്റ് ഉണ്ടല്ലേ. അപ്പൊ അത്രയും ചളിനകത്തുണ്ട്. അപ്പൊ നമ്മളെ ഈ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും ഉണ്ടാവില്ല നിങ്ങൾ പറയണേ? 100% ഉണ്ടാവില്ല. 5 കൊല്ലം കഴിഞ്ഞാലും ഉണ്ടെങ്കിൽ ആ ഫിൽറ്റർ തിരിച്ചെടുത്തിട്ടുണ്ടാവും. അതിനൊരു പൈസയും വേണ്ട. ഒരു പൈസയും വേണ്ട. ഇതൊരു പൈസയും വേണ്ട. അത്ര ഗ്യാരണ്ടി. നമ്മളതിന്റെ ഉള്ളിലെ മെറ്റീരിയൽ ഒരു കാലത്ത് റീഫില്ലും ചെയ്യണ്ട. ഇതിന്റെ ഉള്ളിലെ മെറ്റീരിയൽ എന്തൊക്കെയാണ്? ആൾക്കാർക്ക് സംശയം ഉണ്ടാവില്ല. നെല്ലിപ്പലി പ്രത്യേകതര കല്ലുകളും നമ്മൾ സാധാരണ മണലും ഈ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. അല്ലാതെ വേറെ ഐറ്റംസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് വെള്ളം നേരിട്ട് കുടിക്കാന്ന് പറയുന്നു. തീർച്ചയായിട്ടും. അതായത് ഇതിന് വെള്ളം എടുത്തോണ്ട് നേരിട്ട് കുടിക്കാം അല്ലേ? നേരിട്ട് കുടിക്കണല്ലോ വെള്ളം. തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാക്ടീരിയ ഒക്കെ പോയില്ലേ. ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയൽ വെള്ളത്തിൽ വേണം. അത് ഈക്കോളിഫോമും കോളിഫോമും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേറെ ട്രീറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് വേണ്ട ബാക്ടീരിയകളും ഈ വെള്ളത്തിനകത്തുണ്ട്. അതൊന്നും തിളപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. മാക്സിമം തിളപ്പിക്കാതെ കുടിക്കണം. അതിന് വെള്ളം ഫിൽട്ടർ ചെയ്ത് അതിന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. കോയൽ കിണറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ എങ്ങനെ ചെയ്യേണ്ടത്? ഏത് കിണറാന്നുള്ളതല്ല, ടാങ്കിൽ നിന്ന് ഏത് വെള്ളം വരുന്നു എന്നുള്ളതല്ല, നമ്മളെ ഫിൽട്ടർ വഴി എങ്ങനെ വെള്ളം കിട്ടുന്നു മാത്രമേ നോക്കണ്ടുള്ളൂ. തീർച്ചയായിട്ടും. ഉപ്പരസം നമ്മൾ ഫിൽട്ടർ എടുക്കൂല. ഇല്ല. ഈ കോളിഫോം ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കൂസ് മാലിന്യം ഡയലൂട്ട് ആവുന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ടേ കുടിക്കാനും പറ്റുള്ളൂ. ഫിൽറ്റർ ചെയ്താലും അതൊക്കെ നമ്മൾ ഓപ്പൺ ഇപ്പൊ തന്നെ പറയാം. പിന്നെന്താ, പിന്നെ വെച്ചതിന് പ്രശ്നം വരില്ല. വെറുതെ ഫിൽറ്റർ വെച്ചിട്ട് പൈസ വാങ്ങി പോകുന്ന പരിപാടി ഇല്ല. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം കാലാകാലം നമ്മൾ ഏറ്റെടുക്കും. തീർച്ചയായിട്ടും. ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ തള്ളിയ പോരാട്ടോ. അല്ല, വിളിക്കട്ടെ ആരും. നമ്മള് ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടെങ്കിലേ ഈ ഫിൽറ്ററിന്റെ ബാക്ക് വാഷ് കറക്റ്റ് ആയിട്ട് ചെയ്യണം. അല്ല, ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കൂല. അതിന് ആകെ 2-3 മിനിറ്റേ വേണ്ടുള്ളൂ ഒരു ആഴ്ച കൂടുമ്പോ. അതിന് തയ്യാറല്ലാത്തവർക്ക് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കൂല. ചെയ്തിട്ടില്ലെങ്കിൽ അടഞ്ഞു പോകും. ബ്ലോക്ക് ആയി പോവില്ല. അഴുക്ക് ഇതിനകത്ത് നിറഞ്ഞിരിക്കൂലേ. പക്ഷെ ഞങ്ങൾക്ക് അറിയാം അത് ബാക്ക് വാഷ് ചെയ്യാത്തതുകൊണ്ടാണ് അത് അടയുള്ളൂ. അല്ലാണ്ട് ഇതിനൊരു കംപ്ലൈന്റ് ഒരു കാലത്തും വരില്ല. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊന്ന് കാണിച്ചു കൊടുക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഇതിന്റെ അകത്തുള്ള അഴുക്കളാണ് ഇപ്പൊ വരാൻ പോണല്ലേ? ഓക്കെ. കൂടി വരും, കളർ കൂടി വരും. ഇതേപോലെ തന്നെയാണ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അഴുക്ക് വരിക. അപ്പൊ അത്യാവശ്യം നല്ല അഴുക്ക് ഉണ്ട് അല്ലേ? ഇതിപ്പോ കുറഞ്ഞ സമയം മതി അല്ലേ ബാക്ക് വാഷ് ചെയ്യാൻ? ഒരു 3-4 മിനിറ്റ് മതി. ഇത്രയും മതി. ഓക്കെ. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താണ്? ഇത് നമ്മൾ വിളിക്കുന്ന ആൾക്കോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് ബാക്ക് വാഷിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ലിവർ, ഈ വാളും ഒന്ന് ക്ലോസ് ചെയ്യാ. ഞാൻ ഒന്നുകൂടെ കാണിക്കേ. അത്യാവശ്യം നല്ല ചളി വരുന്നുണ്ടല്ലോ. ബാക്ക് വാഷ് ഇത് ഇതിലേക്ക് വരുന്ന പവർ ഓഫ് ആക്കുക. ഇത് നേരെ 2ലേക്ക് കൊടുക്കുക. ബാക്ക് വാഷ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വാൾവ് ഓപ്പൺ ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഫിൽറ്റർ ഇവിടെ വെച്ചു. പിന്നെ വെള്ളം ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അത് ഞങ്ങൾ ഇവിടെ ഉള്ള ആളുകൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ജലമന്ത്ര എന്ന കമ്പനിയുടെ ഭാഗമായി ഇന്ന് വീട്ടിൽ പാണക്കാട് അതിന്റെ ഫിറ്റിംഗ് ചെയ്തിരിക്കുകയാണ്. വളരെയധികം നല്ല പ്യുവർ വാട്ടർ കിട്ടുവാനും അതുപോലെ വളരെ എസ്പെഷ്യലി മെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഫിറ്റിംഗ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടില് നമ്മുടെ അബ്ദുറഹ്മാന്റെ ജലമന്ത്രമായിട്ടുള്ള
ഫിൽറ്റർ വെച്ച് കൊടുത്തു അല്ലേ അതെ 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 ആ ഓക്കെ. അപ്പൊ ഇവര് ഹാപ്പിയാണ് ഇപ്പോ അല്ലേ ഇക്ക? ഹാപ്പിയാണ്. 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 ആ അപ്പൊ നിങ്ങളെ തങ്ങളോട് അങ്ങനെ പറഞ്ഞു. അതെ. ഇപ്പോ ഇക്ക വെച്ചു കൊടുത്തു അല്ലേ? അതെ. അത് നാച്ചുറൽ ആയിട്ടുള്ള ഫിൽറ്ററിങ് അല്ലേ? ആ ഓക്കെ. അപ്പോ ദ്രുമക്ക നമ്മളിപ്പോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വെച്ചു കൊടുക്കാണ്. തീർച്ചയായിട്ടും അല്ലേ? ഇനി വെച്ചു കൊടുത്തോണ്ടേ ഇരിക്കുന്നു. ആ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു? പറയാനുള്ളത് ഈ ഒരുപാട് സ്ഥലം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഏതൊരാളുടെ വീട്ടിലും ഫിൽറ്റർ നിന്ന് വളരെ നിർബന്ധമാണ്. ആ ആ അത് ഏത് ഫിൽറ്റർ വെക്കണം എന്നുള്ളത് അവരവർക്ക് തീരുമാനിക്കാം. നമ്മളുടെ ഫിൽറ്റർ വെച്ചാല് കാലാകാലത്തേക്കോ അതിന്റെ ഉള്ളിലെ റീഫില്ലൊന്നും ചെയ്യാണ്ട് നേരിട്ടിട്ട് വെള്ളം കുടിക്കാം, തിളപ്പിക്കാതെ കുടിക്കാം. പറ്റൂലേ? അതാണ് അതിന്റെ പ്രത്യേകത. തീർച്ചയായിട്ടും. അപ്പൊ ഞാനേ ഇക്കനെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളെ നമ്പർ ഞാൻ വീടിനെ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ എവിടെ ചെയ്തെടുക്കാൻ പറ്റൂ? അല്ല, കേരളത്തിന് പുറത്ത് വരെ പോകും. പുറത്തും ചെയ്ത് കൊടുക്കാം. അത് കർണാടക ആയാലും തമിഴ്നാട് ആയാലും ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് മഹാരാഷ്ട്ര പോകാൻ നിൽക്കുകയാണ്. ആണല്ലേ? നമ്മൾ എവിടെയും വെച്ച് കൊടുക്കും. ആ ഓക്കെ. അപ്പൊ വെക്കാൻ നല്ല വെള്ളം കുടിക്കുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഹാപ്പി അല്ലേ നിങ്ങള്? എന്നാ വീഡിയോ നിർത്തിയാലോ? അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിർത്തിയാലോ? ഓക്കെ. ആ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയിലേക്ക് കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് വരികയാണ്. ഗുഡ് ബൈ.